അസ്സലാമലൈക്കും വെൽക്കം ടു യമ്മി കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബീറ്റ്റൂട്ട് വെണ്ടയ്ക്ക പച്ചടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബീറ്റ്റൂട്ട് പച്ചടിയും വെണ്ടയ്ക്ക പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നവരാവും. എന്നാലും ഈ ഒരു ഓണത്തിന് ഈ ഒരു രീതിയിലുള്ള പച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എ സിയിലിരിക്കുന്നതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, എന്നാലേ വെണ്ടയ്ക്ക നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. അതിലേക്ക് ഒരു 12 വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ കടുകൊക്കെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വെണ്ടയ്ക്ക ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ അരച്ചത് അപ്പോൾ ഇത് അരക്കുന്ന രീതിയൊക്കെ അതിൽ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അരച്ചത് എടുത്തിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അവസാനം സെർവ് ചെയ്യാൻ നേരത്തെ ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ ബീറ്റ്റൂട്ട് മാത്രമാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ബീറ്റ്റൂട്ട് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല. ബീറ്റ്റൂട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് മുകളിലിട്ട് കൊടുക്കുക. എടുക്കാൻ നേരത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്ന നേരത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നാലും ആ വെണ്ടയ്ക്കയ്ക്ക് കുറച്ച് ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്രിസ്പായിട്ടിരിക്കും. അപ്പോൾ അത് മിക്സ് ചെയ്യാത്തത് അതുകൊണ്ട് തന്നെയാണ്. മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ക്രിസ്പിനെസ്സൊക്കെ പോവും. അപ്പോൾ കഴിക്കുന്ന നേരത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ വേറെ പാത്രത്തിലേക്ക് ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ 2 ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയാൽ മതി. വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു ബീറ്റ്റൂട്ടാണ് കേട്ടോ ഞാൻ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വഴറ്റുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബീറ്റ്റൂട്ടിന് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം. പിന്നെ വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലാക്കി വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് അരച്ചെടുക്കാം. അതിന് 3 പച്ചമുളക്, 3/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, നല്ല ജീരകമാണ് കേട്ടോ ഞാൻ ചേർത്തത്. ഇതൊക്കെ കൂടി ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. അത് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം മതിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുക്കുക. നമുക്കെന്ന് വെച്ചാൽ തൈര് പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ട് നമ്മൾ തൈര് ഒരു 1/4 കപ്പ് അരക്കപ്പോളം തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്താൽ മതി. അത് പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതിയാവും. ഭയങ്കര ലൂസായി പോകേണ്ട, കുറച്ച് തിക്കിലാണ് ഈ കറി വേണ്ടത്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ടും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അരച്ചത് ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അധികം ലൂസായി പോകുന്നുണ്ട്. കുറച്ച് ആ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് മാത്രം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടാക്കി ഒന്ന് എടുത്താൽ മതിയാവും. അത് വെണ്ടയ്ക്കയും കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് ആ ഫ്രൈ ചെയ്യുന്നത് ഇതിലേക്ക് ഇടുന്നതെന്ന് മാത്രം. അത് വെണ്ടയ്ക്ക മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് ചേർക്കാണ്ട് അരച്ചതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.